ഇപ്പോൾ ഞാൻ ഗസ്റ്റ് എന്നൊരു ആംഗിളിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് കുട്ടികൾ അവർ ഹോട്ടൽ അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും ഹോട്ടലിൽ നിന്ന് വെന്യൂവിലേക്ക് വരുന്ന കാര്യത്തിലായാലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഇത്തവണ വന്നിട്ടുണ്ട്. സംഘാടനം ആ രീതിയിൽ വളരെ മികച്ച ഒരു അനുഭവമാണ് ഇത്തവണ. ഇപ്രാവശ്യം ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായിട്ട് അതിലേറ്റവും നമ്മളൊരു അഡീഷണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ കൈരളി, നില, ശ്രീ, കലാഭവൻ തിയേറ്ററുകൾ നവീകരിച്ചതോടുകൂടി ഇതിൻ്റെ സിനിമ കാണാനുള്ള, അതായത് ആസ്വദിക്കാനുള്ള ഒരു രീതി തന്നെ മാറി. അതിൻ്റെ ആസ്വാദനം വളരെ മെച്ചപ്പെട്ട രീതിയിലായി. അതായത് സൗണ്ട് സിസ്റ്റമൊക്കെ നന്നാക്കി, പ്രൊജക്ഷൻ, ഇവിടെ വെച്ചിരിക്കുന്ന പ്രൊജക്ടേഴ്സ് തന്നെ സിൽവർ സ്ക്രീനാണ്. 7.5 ലക്ഷം രൂപയാണ് പ്രൊജക്ടറിൻ്റെ വില തന്നെ. ഇവിടെയും കൈരളിയിലും കലാഭവനിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ 48 ലക്ഷം രൂപയോളം മുടക്കിയുള്ള 2K പ്രൊജക്ടേഴ്സാണ് ഇവിടെ രണ്ടിടത്തും വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ വ്യത്യാസം ആളുകൾക്ക് ഈ സിനിമ ആസ്വദിക്കുന്നതിൽ വളരെ അധികം വ്യത്യാസമുണ്ടാകും. അപ്പം ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിയേറ്റർ നന്നാകുമ്പോൾ ബാക്കിയുള്ള തിയേറ്ററുകാരും അത് നവീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ തന്നെ അഞ്ജലി തിയേറ്റർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്നത്. അവരവിടെ വളരെ വിപുലമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററുകളുടെ ഇടയിലുണ്ടാകുന്ന ചേഞ്ച്. ഒരു ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്കൊരു ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ളതും സിനിമ കാണിക്കാൻ പറ്റുന്നൊരവസരം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് ഇപ്രാവശ്യം കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്ത് മാറ്റമുള്ളതൊന്നുമില്ല, വളരെ സജീവമായിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിനിമ കണ്ടപ്പോൾ ന്യൂ തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കണ്ടു, നല്ല സിനിമയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ മലയാളത്തിൽ ചെയ്ത എല്ലാ ഫിലിംസും നല്ല പവർഫുൾ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് കിട്ടുന്നത്. അപ്പം അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഗൗരിയും. എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് കോൺസെപ്റ്റ് വൈസ് ഒക്കെ സംഭവം ഇഷ്ടമായി. പക്ഷേ തിയേറ്ററിൽ നിന്ന് കുറേ പേര് കൂവി, അതൊക്കെ വളരെ മോശമായിരുന്നു. തിയേറ്ററിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ റെസ്പോൺസ്. ഈ സിനിമ എപ്പോഴും ചന്ദ്രസാറിൻ്റെ സിനിമകൾക്ക് ഫെസ്റ്റിവലിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ എക്സ്പെക്ടേഷന് ഞാനും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യമായി ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ സിനിമയുടെ ടെൻഷനാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നത്. ഈ സബ്ജക്റ്റാണ് ഈ സിനിമയുടെ പവർ. അപ്പം എന്തായാലും ആ സിനിമ We are looking at giving around employment of 300 people in 2013. We are also starting a technical institute in Cochin where we will be teaching animation, VFX, then 3D conversion, colorization of film. We are going to launch a movie based on augmented reality. Movie making has always evolved, like from black and white to 3D, from 3D to interactive, and from interactive to augmented. The viewers will get a chance to have a role in the movie, like they can actually change the course of the movie because of their reaction. Namaskar, it's a thrill to be here for Midnight's Children. This is my third time at this festival. My love affair with Kerala started with fire, and that was 15 years ago. And then Bina was kind enough, after all the controversy about water, to invite us here to the festival. ഞാൻ സ്ഥിരമായിട്ട് ഫെസ്റ്റിവലുകൾ വാച്ച് ചെയ്യുന്ന ആളാണ് ചെറുപ്പത്തിൽ, കൊച്ചുനാളിൽ. നമ്മളെ സംബന്ധിച്ചുള്ള തീർത്ഥാടനം പോലെ വന്ന് സിനിമകൾ കണ്ട് പോകുന്ന ആളാണ്. മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ഫിലിം മേക്കേഴ്സ്, പിന്നെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന പ്രേക്ഷകർ, അവരൊക്കെയുള്ള ഇൻട്രാക്ഷൻസ്. പിന്നെ നമ്മളിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഇക്കുറി നമ്മളെ സിനിമ ഇവിടെ ഇല്ലാതുള്ളതിൻ്റെ മാത്രം ഒരു പരാതി. ആ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ ശരിയല്ലല്ലോ. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് വരികയാണ്. അതിലെല്ലാവരുടെയും സഹകരണമുണ്ട്. പ്രത്യേകിച്ച് ഡെലിഗേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ അന്തസ്സായ പെരുമാറ്റം, അവരുടെ അച്ചടക്കത്തോടെയുള്ള അവരുടെ സിനിമ കാണാനുള്ള താല്പര്യം, സിനിമകളോടുള്ള അവരുടെ നല്ല പ്രതികരണം, ഇതൊക്കെയാണ് ഈ ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയ ഒരു ഗുണമായി എനിക്ക് തോന്നിയത്. വളരെ നല്ല നിലയിൽ നല്ല ഡെലിഗേറ്റ്സ് ശരിക്കും ഒരു സിനിമ പഠിക്കുന്നു. സിനിമ ഈ ഫെസ്റ്റിവലിലൂടെ ഒരുപാട് നല്ല സിനിമകൾ കാണുന്നു, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നു. അതിനുവേണ്ടി അവർ കാണിക്കുന്നൊരു വളരെ താല്പര്യം, അത് വളരെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്.